നമസ്തേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിലെല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? മെഡിറ്റേഷൻ ദിവസവും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യണം, ഫിനാൻഷ്യലി ഒന്നുകൂടി സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു ജോലി, ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണം. ഈ ചിന്ത, ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. പക്ഷേ ഇത് നടപ്പിലാക്കാനോ ഇതിലേക്ക് വരാനോ നമുക്ക് മിക്ക ആളുകൾക്കും സാധിക്കാറില്ല എന്നൊരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് തന്നെയാണ്. ഒരു കാര്യത്തിനെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന അതിൻ്റെ ആൻസറായിട്ട്, അല്ലെങ്കിൽ അതിനൊരു മറുപടിയായിട്ട് നെഗറ്റീവായിട്ട് കയറി വരുന്ന ചിന്തകൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തീരുമാനിക്കുമ്പോൾ അതിനെതിരെ വരുന്ന ചിന്തകൾ അല്ലേ? ഈ ഒരു കാര്യം നമ്മളിൽ പല രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കും. നമുക്ക് അതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള താല്പര്യം കുറയ്ക്കും. അല്ലെങ്കിൽ അതിനോട് കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു മനോഭാവം വരും. മാറ്റി നിർത്താൻ തോന്നും. അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ വരും. ഇതൊന്നുമല്ലാതെ ഒരു അലസത കൂടി നമുക്ക് അതിലൂടെ കയറി വരാറുണ്ട് അല്ലേ? ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പം നെഗറ്റീവ് ചിന്തകൾ നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ. ഇതിനിടയിലൂടെ നമുക്ക് എങ്ങനെ കടന്നു പോകാം? അതിന് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാറുള്ള മെഡിറ്റേഷൻ, അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദിവസവും ഒരു ചിട്ട, ശരിയായ ഒരു രീതി, ദിവസവുമുള്ളൊരു ഡെയിലി റൊട്ടീൻ നമ്മളെ നിർബന്ധമായിട്ടും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകൾ അല്ലേ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കയറി വരുന്നതാണ് ഈ പറയുന്ന ചിന്തകളെല്ലാമായിട്ടും. ചിന്തകളെ നമുക്ക് പിടിച്ചു നിർത്താൻ കുറച്ച് പ്രയാസമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണെങ്കിൽ ഇനി കുറച്ച് സമയത്തേക്ക് ഞാൻ കൈ അനക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും. പക്ഷേ ചിന്തകളെക്കുറിച്ച് നോക്കുമ്പോൾ ഇനി കുറച്ച് സമയത്തേക്ക് ഇന്ന കാര്യത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല എന്ന് വിചാരിക്കുന്ന നിമിഷം മുതൽ കയറി വരുന്നത് മൊത്തം എന്തിനു വേണ്ടിയിട്ടാണോ ഒരു എനർജി നമ്മൾ കൊടുത്തത് ആ കാര്യമായിരിക്കും. അതായത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ, എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഡെവലപ്പ് ആവും, അത് വളർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ചിന്തകൾ കയറി വന്നുകൊണ്ടേയിരിക്കും. കുറ്റബോധം തോന്നും, പ്രശ്നങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു എനർജി നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു എയിം മനസ്സിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും, ഒരു ദിവസത്തിൽ പല കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ പല ആളുകളിലൂടെ കടന്നു പോകും, പല സാഹചര്യങ്ങൾ, സംസാര രീതി അല്ലേ, പല പ്രതിസന്ധികളിലൂടെ ഒരു ദിവസം നമ്മൾ കടന്നു പോകും. അപ്പോഴും ഒക്കെ നമ്മുടെ ആഗ്രഹം മനസ്സിൽ നമുക്കുണ്ട്. അപ്പോൾ ഈ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ മിക്കതും ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും, എൻ്റെ ലക്ഷ്യം, എൻ്റെ എയിം, എനിക്കത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് താഴേക്ക് പോകും. നമുക്ക് ലോ എനർജിയാണ് നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചുറ്റിലുമുള്ള കാര്യങ്ങൾ അത്രയും നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഒരു ചിന്തയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്, ഒരു വിൽ പവറോട് കൂടി തീരുമാനിച്ച കാര്യത്തിൽ എത്താൻ പറ്റാത്തൊരവസ്ഥ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ. നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിയ ഫോണാണെങ്കിലും നമ്മളൊരു ദിവസം ചാർജ് ചെയ്യണം, ശരിയല്ലേ? നമ്മൾ ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു വസ്തു മാത്രമാണ്. അപ്പോൾ ഈ ചാർജിങ് മെയിനായിട്ടുള്ളൊരു കാര്യം, ഒരു ഘടകം തന്നെയാണ്. ഡെയിലി സാധന, അതിപ്പോൾ യോഗയാണെങ്കിലും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടെന്ന് പറയാൻ നമുക്കൊരു ബണ്ടിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ദിവസവും വേണം. നമ്മൾ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതുകൂടാതെ ഫിസിക്കൽ ലെവലിൽ നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ, ഇതൊക്കെ നമ്മളെ മാറ്റി നിർത്തും. മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. മറ്റുള്ളവരെ ബാധിക്കുന്ന അത്രയും പവറിൽ നമ്മളിത് ബാധിക്കില്ല. ചിന്തകൾ കയറി വരും, ഷുവറായിട്ടും കയറി വരും, നെഗറ്റീവ് ചിന്തകൾ കയറി വരും. പക്ഷേ അത് നമ്മളെ ബാധിക്കാതെ കടന്നു പോകും. ഒട്ടിപ്പിടിക്കൽ കുറയും, ആ ചിന്തകൾ നമ്മളുള്ള ബന്ധം കുറയും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എയിമിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിക്കുന്ന ഭക്ഷണ രീതി, ഭക്ഷണം, സമയം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വഭാവം തന്നെയാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. നമ്മുടെ ഇമോഷൻസിൽ മാറ്റം വരുത്താൻ ഭക്ഷണ സാധനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് കിടന്നുറങ്ങി ദിവസവും രാവിലെ ഒരു ചിട്ടയോടുകൂടി എഴുന്നേറ്റ് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെയുള്ള ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അത് നിർബന്ധമായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര സമയമില്ലാത്ത ആളാണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നാൽ, അല്ലെങ്കിൽ ദിവസം സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ചിന്തകളെ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, അപ്പോൾ ചിന്തകൾക്ക് എതിരെ ചിന്തിക്കാൻ പറ്റുമോ? അതില്ലല്ലോ അല്ലേ? നമുക്കിപ്പോൾ ഇന്ന കാര്യത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് എൻ്റെ എയിമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത കയറി വരുമ്പം ഞാൻ തന്നെ എന്നോട് പറയുകയാണ്, അത് ശരിയല്ല, അങ്ങനെയല്ല, എൻ്റെ രീതി ഇതാണ്. എന്നാലും ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ലേ? കയറി വന്ന നെഗറ്റീവ് ചിന്തയ്ക്ക് എതിരെയാണ്, അതിനെ തടഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തടഞ്ഞു വെക്കും തോറും
അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഞാനിത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്തോറും അത് ഇഷ്ടമല്ല മനസ്സിലേക്ക് കയറി വന്നുകൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനർജിയുടെ ഒരു ഒഴുക്ക് അങ്ങനെയാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മളിലേക്ക് വന്നാലും നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ദിവസവും ചെയ്യുന്ന യോഗ സാധന എന്ന് പറയുമ്പോൾ. എല്ലാ കാര്യങ്ങളും ആ ഒരു വേർഡിൽ ഇൻക്ലൂഡാണ്. പ്രാണായാമം, മെഡിറ്റേഷൻ എല്ലാം. ഒരു സമയം ഒരു കാര്യം ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പതുക്കെ ശീലിച്ച് കൊണ്ടുവരിക. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുക, ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുക, ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ മുഖത്ത് നോക്കി ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ മൾട്ടി ടാസ്കിങ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം വരും. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതൊരു 7 മുതൽ ഒരു 21 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ശീലമായി മാറും. പിന്നെ നമ്മൾ ഇതിനെതിരെ ഒരു എഫേർട്ട് കൊടുക്കണ്ട. ഞാൻ അലേർട്ടായിരിക്കണം, ഞാൻ ശ്രദ്ധിക്കണം, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം വരില്ല. കാരണം ഓൾറെഡി നമ്മളൊരു ശീലമായി കഴിഞ്ഞാൽ ബാക്കി മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് പ്രവർത്തിച്ചോളും ഇതിങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മുടെ ശീലങ്ങളും നമ്മുടെ ഹാബിറ്റുകളൊക്കെ ഒരു ബലപ്രയോഗത്തിലൂടെ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, എന്ത് നെഗറ്റീവായിട്ടുള്ള രീതികൾ നമുക്കുണ്ടോ നമ്മളൊരു ബലത്തിലൂടെയാണ് അത് ശീലിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആദ്യം നമുക്കതിനോട് വലിയ താല്പര്യമില്ല, എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്ത് നോക്കുന്നു. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കേട്ടറിഞ്ഞ അറിവ്, അതിൻ്റെ ഫീലിനെ കുറിച്ച് കിട്ടിയുള്ള വർണ്ണന. അപ്പോൾ ആദ്യം നമ്മൾ ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമുക്കത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ഉപയോഗിക്കുക. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ അതിന് അഡിക്റ്റായി പോവുക ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഇറങ്ങി വന്ന ഒരാൾ, ഒരു യങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്ന് കൂട്ടിക്കും. ഡ്രൈവിംഗ് പഠിച്ച പാടെ അയാൾ റോഡിലൂടെ വണ്ടി ഓടിക്കും, വളരെ ശ്രദ്ധയോടെ ഓടിക്കുക അല്ലേ. ക്രമേണ ഡ്രൈവ് ചെയ്ത് ചിലപ്പോൾ തട്ടുമുട്ടൊക്കെ ചെയ്ത് അയാൾ പിന്നെ ചുറ്റുപാടിലേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള പ്രാപ്തനാവും. കുറച്ച് കഴിയുമ്പോൾ അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ മൊബൈൽ ഫോൺ പഠിച്ചിറങ്ങിയ ഒരാളും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നമായിരിക്കും. കാരണം ഈ മൊബൈൽ ഫോണും ഹാൻഡിൽ ചെയ്യണം, അതിൽ പറയുന്ന കാര്യങ്ങളും കേൾക്കണം, ഡ്രൈവ് ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മൾട്ടി ടാസ്കിങ് നമ്മൾ പഠിച്ചെടുക്കുക ചെയ്യുന്നത് അല്ലേ. ഫോൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി ഇതേപോലെ തന്നെ ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫോൺ ഫോണിലായിരിക്കും ശ്രദ്ധ മുഴുവനും. നമ്മുടെ മൗത്തൊരു ഡോറായിരിക്കും, നമ്മളത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോണിലെ ഒരു സിനിമ പ്ലേ ചെയ്തിട്ടാണ് അത് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യത്തിനും അപ്പുറം നമ്മൾ ഭക്ഷണം കഴിക്കും ഡെഫിനറ്റ്ലി. കാരണം ഈ മൂവിയിലേക്കാണ് ശ്രദ്ധ, അത് ആസ്വദിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം റെഗുലറായിട്ട് സാധന ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ വിശ്രമം വേണം ശരീരത്തിന്. ഇപ്പോൾ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ്, ഒരു 6-7 മണിക്കൂറിൽ കുറയാതെ നന്നായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം നമ്മളിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണ്, തൊട്ട് മുൻപുള്ള ഒരു സമയം വരെ ചുരുങ്ങിയ പക്ഷം ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾ കുറവായിരിക്കും. അത്രയും നെഗറ്റീവാണ് നമ്മൾ തലയിലേക്ക് കയറ്റി വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. നേരത്തെ കിടന്നുറങ്ങുക, നൈറ്റ് നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പം നമുക്ക് ഹാങ് ഓവർ ഇല്ലാതെ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരും, ഇപ്പോൾ ഉറക്കമില്ലാത്തവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശീലമാണ്. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ പഴയ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുക, എന്നും ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതുക്കെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ തടഞ്ഞു വെക്കാം എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു പോയത്. അതിനെ നമുക്ക് എങ്ങനെ നമ്മളിലേക്ക് ഏൽക്കാതെ അല്ലെങ്കിൽ നമ്മളിൽ പറ്റിപ്പിടിക്കാതെ നമ്മുടെ എയിമിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഉറക്കമില്ലാത്ത ഒരാൾ ഉറക്കത്തിന് വേണ്ടി മാത്രമല്ല ശ്രമിക്കേണ്ടത്. ആ ഉറക്കത്തിന് മുൻപ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന സമയം, ആ ദിവസം ചെയ്ത ആക്ടിവിറ്റി, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്ത കാര്യം, ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ചിന്തകൾ കയറി വരുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ രീതികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പ്രാക്ടീസിലൂടെ വീണ്ടും ശ്രമിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ നേരെയാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു സൊല്യൂഷനോ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം നിർബന്ധമായിട്ട് ഉണ്ടാകുന്നതാണ്. പതുക്കെ നമ്മൾ ആ ഒരു ജെനുവിനായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നതുമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കാണാം.